വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയ്ക്ക് കൂടെ, ഒരു സംഭവത്തിനു കൂടെ നമ്മുടെ വേമ്പനാട്ട് കായൽ സാക്ഷ്യം വഹിക്കുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരിക്കുന്ന കടവൂർ മണിപ്പാറ തൊണ്ടാറ്റിൽ വീട്ടിൽ ജോബി എബ്രഹാം, അദ്ദേഹത്തിൻ്റെ വൈഫ് മെറിൻ ജോബി, ഈ ദമ്പതികളുടെ മകനായിരിക്കുന്ന ഏബൻ ജോബിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഏബൻ ജോബിയെ നീന്തൽ പരിശീലിപ്പിച്ച ബിജു തങ്കപ്പൻ എന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതായി കണ്ടത്. എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ജോബി എബ്രഹാമിൻ്റെ ഫാമിലിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേമ്പനാട്ട് കായൽ ഇന്ന് സാക്ഷ്യം വഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. 7 കിലോമീറ്റർ വീതിയുള്ള ഭാഗത്ത് 7 കിലോമീറ്ററാണ് നമ്മുടെ ഈ കൊച്ചു പയ്യൻ, കൊച്ചു മോന് എബൻ ജോബി ഇപ്പോൾ അവൻ്റെ കൈകാലുകൾ ബന്ധിക്കുകയാണ്. വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒന്നല്ല. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകമാണ് വേമ്പനാട്ട് കായൽ. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ തടാകവുമാണ്. ഇപ്പോൾ നമ്മുടെ മോൻ്റെ കൈകൾ ബന്ധിച്ചു. അതിപ്പോൾ ലോക്കാക്കി അതിൻ്റെ ചാവി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നീന്തലിൻ്റെ ഇടയിൽ അത് ഏബലിനൊന്ന് അഴിക്കണമെന്ന് വിചാരിച്ചാൽ അഴിക്കാൻ കഴിയത്തില്ല. കാരണം അതിൻ്റെ താക്കോല് ഇട്ട് തുറന്നെങ്കിൽ മാത്രമേ ഇനി അവൻ്റെ കയ്യെ അത് അവന് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയൂ. ഈ കൊച്ചുമിടുക്കൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് വേമ്പനാട്ട് കായൽ നീന്തിക്കടക്കുക എന്നാണ്. ചെറിയ കിലോമീറ്റർ ഒന്നുമല്ല, ചെറിയ ദൂരമൊന്നുമല്ല, 7 കിലോമീറ്ററാണ് ഇവൻ നീന്താനായിട്ട് പോകുന്നത്. കൈകൾ ബന്ധിക്കപ്പെട്ട് കാലുകൾ ബന്ധിക്കപ്പെട്ട് അവന് ഇപ്പോൾ നീന്താൻ പോവുകയാണ്. ഞാൻ ഇതിനായിട്ട് ഏറ്റവും ആദ്യം അനുമോദിക്കുന്നത് നമ്മുടെ ഏബൻ്റെ മാതാപിതാക്കളെയാണ്. അവൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന കഴിവിനെ അവർ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയില്ല. കാരണം അങ്ങനെയൊരു സാഹചര്യം വന്നിരുന്നെങ്കിൽ ഈ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ പ്രതിഭാശാലിയായിരിക്കുന്ന ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസരമുണ്ടാകുമായിരുന്നില്ല. അവരുടെ കുടുംബമായിട്ട് എബിൻ്റെ മാതാപിതാക്കൾ അതുപോലെ ശക്തമായ പ്രോത്സാഹനമാണ് അവന് നൽകിയത്. എന്തായാലും ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 16-ാം തീയതിക്ക്. ഇന്നേ ദിവസം ഇവന് വേമ്പനാട്ട് കായൽ നീന്തിക്കടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ചേന്നമ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുധീഷ് അവറുകൾ അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് ഇപ്പോൾ ഈ നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നീന്താനുള്ള തയ്യാറെടുപ്പാണ്. നോക്കുക പ്രിയമുള്ളവരെ, എത്ര ചെറിയ ഒരു മോനാണ്. വേമ്പനാട്ട് കായൽ പലരും നീന്തി കയറിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കുറച്ച് പ്രായമുള്ള, ഇതുവരെ നീന്തിയതിൽ ഏറ്റവും കുറച്ച് പ്രായമുള്ള 11 വയസ്സുള്ള 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മോന് വേമ്പനാട്ട് കായൽ കൈകാലുകൾ ബന്ധിച്ച് അത് നീന്താൻ തയ്യാറായി എന്നുള്ളത് നിസ്സാരമായ സംഭവമല്ല.
നമ്മുടെ പല കുഞ്ഞുങ്ങളും വെള്ളത്തിലിറങ്ങാൻ പോലും പേടിക്കുമ്പോൾ, ഭയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കൈകാലുകൾ ബന്ധിക്കപ്പെടാതെ തന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ ഭയപ്പെടുമ്പോൾ, ഈ ഒരു മകനും അവൻ്റെ മാതാപിതാക്കളും എടുത്ത സുധീരമായ ആ ഒരു കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ ആ ധൈര്യത്തെ തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. ധാരാളം പ്രിയമുള്ളവർ ഇതിന് സാക്ഷികളായിട്ട് അവരെ സ്നേഹിക്കുന്ന ധാരാളം പേര് അവിടെ വന്നിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. മാത്രമല്ല, അവനെ സ്നേഹിക്കുന്നതായിരിക്കുന്ന ആളുകൾ, അവനിപ്പോൾ നീന്താൻ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 8:17 നീന്തൽ ആരംഭിച്ചിരിക്കുന്നത്. ചേർത്തല വടക്കങ്കര അമ്പലക്കടവ് എന്ന സ്ഥലത്ത് നിന്ന് വൈക്കം ബീച്ചിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഇതിനിങ്ങനെ സാക്ഷികളായിട്ട് നിൽക്കുകയാണ്. അവൻ്റെ കൈകാലുകൾ ഒരിക്കൽ പോലും ക്ഷീണിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ. സാധാരണ നിലയിൽ ഈ 7 കിലോമീറ്ററുകൾ നീന്തിക്കടക്കണമെങ്കിൽ 2 മണിക്കൂറാണ് ആവശ്യമെന്ന് പറയുന്നത്. എന്നാൽ ഈ കൊച്ചുമിടുക്കൻ 1 മണിക്കൂറും 23 മിനിറ്റുമായിട്ട് വേമ്പനാട്ട് കായൽ നീന്തിക്കടന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ഞങ്ങളൊക്കെ ഒരു പ്രത്യേകമായിരിക്കുന്നൊരു വള്ളത്തിൽ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ മറ്റ് 2 വള്ളങ്ങളിൽ ഇവരെ സ്നേഹിക്കുന്ന നാട്ടുകാരും ബന്ധുമിത്രാദികളും ഇവിടെ അയൽക്കാരുമൊക്കെ ഇതിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വേമ്പനാട്ട് കായലിനെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചല്ലോ. ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ തടാകമാണെന്നും കൂടാതെ കേരളത്തിലെ ഏറ്റവും വലിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ എന്ന് ഞാൻ പ്രസ്താവിച്ചല്ലോ. പ്രിയമുള്ളവർ, ഇപ്പോൾ നമ്മൾ കണ്ടോ, നമുക്ക് കണ്ണെത്താത്ത അകലത്തിലേക്കാണ് ഈ മോനെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി അവനെ നീന്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അവനെ നീന്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 230 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് ഈ വേമ്പനാട്ട് തടാകത്തിനുള്ളത്. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 96.5 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. കേരളത്തിലെ 3 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് കോട്ടയം വേമ്പനാട് തടാകം, വൈക്കം, ചങ്ങനാശ്ശേരി, ആലപ്പുഴയിലെ പുന്നമട തടാകം, പുന്നപ്ര, കുട്ടനാട്, കൊച്ചിയിലെ കൊച്ചി തടാകം എന്നിങ്ങനെയൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. വൈപ്പിൻ, മുളവുകാട്, മരട്, ഉദയംപേരൂർ, വല്ലാർപാടം, വില്ലണ്ടൻ ദ്വീപ് തുടങ്ങി നിരവധി ചെറുദ്വീപുകൾ കൊച്ചി തടാകത്തിൻ്റെ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയുടെ അഭിമാനകരമായിരിക്കുന്ന വില്ലണ്ടൻ ദ്വീപിനും വല്ലാർപാടം ദ്വീപിനും ചുറ്റുമാണ് കൊച്ചി തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ നെല്ലുപാത്രം എന്നറിയപ്പെടുന്ന കുട്ടനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന ഉയരത്തിലുള്ള പ്രദേശമാണ്. കൂടാതെ സമുദ്രനിരപ്പിന് താഴെ കൃഷി നടക്കുന്ന ലോകത്തിലെ ഏറ്റവും ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ്. ഈ വേമ്പനാട് കായലിൻ്റെ തെക്ക് ഭാഗത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പിന്നീട് ആ കാര്യത്തിലേക്ക് പോകാം. ഇപ്പോൾ ഈ മോന് ഇങ്ങനെ നീന്തൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഇപ്പോഴും തുടക്കമായിട്ടേ ഉള്ളൂ. 2 മണിക്കൂർ നീന്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് നീന്തുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് ഉള്ളതല്ല.
ഞാൻ തീർച്ചയായിട്ടും ഇത് നീന്തൽ ആരംഭിക്കുന്നതിന് മുമ്പ് ആശംസിച്ചതുപോലെ നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനം ഉയർത്തുന്ന ഒരു നീന്തൽ താരമായിട്ട് ഈ കുഞ്ഞ് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ഒളിമ്പിക് ചാമ്പ്യൻ നീന്തൽ മത്സരത്തിൽ ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അവരുടെ കഴിവുകൾ എന്നും പ്രോത്സാഹിപ്പിക്കപ്പെടണം. അവർ സമൂഹത്തിൽ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടറിയുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും മാതാപിതാക്കളുടെയും എല്ലാം ഉത്തരവാദിത്വം. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഇതുപോലെ മാതാപിതാക്കളുടെ പ്രോത്സാഹനമില്ലാതെ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രോത്സാഹനമില്ലാതെ എത്രയോ പ്രതിഭാശാലികളായ കുഞ്ഞുങ്ങളാണ് എല്ലാ രംഗങ്ങളിൽ നിന്നും അപ്രസക്തമായി കൊണ്ടിരിക്കുന്നത്. നോക്കുക പ്രിയമുള്ളവരെ, വേമ്പനാട്ട് കായലിൻ്റെ അങ്ങേക്കര നമ്മുടെ കൺമുമ്പിൽ കാണാനായിട്ട് കഴിയുന്നില്ല. അത്ര ഞാനത് ക്യാമറ വളരെ സൂം ചെയ്തിട്ട് പോലും അങ്ങ് ദൂരെ ഉള്ള ഒരു കെട്ടിടം നമ്മൾ ഇങ്ങനെ കാണുകയാണ്. അവിടേക്ക് നീന്തിപ്പോകണം. ഇപ്പോൾ ഈ മോനെ പരിശീലിപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന ബിജു തങ്കപ്പൻ എന്ന് പറയുന്നതായിരിക്കുന്ന കോച്ചാണ് നമ്മുടെ മുമ്പിലൂടെ ഇപ്പോൾ ഈ ചെറുവള്ളത്തിൽ പോകുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ തലയിൽ ആ ചുവന്ന കുട വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു മത്സരത്തിൽ പങ്കെടുക്കേണ്ടതായിരിക്കുന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ ആ തുഴയുമായിട്ട് ഇരിക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം വേമ്പനാട്ട് കായൽ നീന്തി കടക്കേണ്ടതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ദയ എന്ന പെൺകുട്ടി, ഞാൻ വള്ളത്തിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ വീഡിയോ പിടിക്കുന്ന അവർ മാത്രമേ ഈ വള്ളത്തിലുള്ളൂ. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ പേര് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ മോനിങ്ങനെ ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. ഞങ്ങളെല്ലാം പ്രാർത്ഥന ഒരിക്കലും അവൻ്റെ കൈകാലുകൾ ക്ഷീണിക്കരുതേ എന്നാണ്. കാരണം വേമ്പനാട്ട് കായലിനെ കുറിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ മോനെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതായ എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TN മജുസാറിൻ്റെ വാക്കിങ്ങനെ ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വൈക്കംകാരനാണ്. പക്ഷെ വൈക്കംകാരനായിരിക്കുന്ന എനിക്ക് വേമ്പനാട്ട് കായലിൻ്റെ കാൽഭാഗം പോലും നീന്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പരസ്യമായിട്ട് ഈ അനുമോദന യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചു. ആ സാഹചര്യത്തിൽ വൈക്കംകാരനല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ഈ വേമ്പനാട്ട് കായലിൽ നിന്ന് വളരെ അകലെയുള്ള കോതമംഗലത്ത് താമസിക്കുന്നതായിരിക്കുന്ന ഈ എബൻ ജോബി, അദ്ദേഹം പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ മണിപ്പാറ എന്ന സ്ഥലത്താണ് ഇവരുടെ വീട് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നുകൂടെ നോക്കിയേ, എത്രയോ ദൂരത്താണ് ഇനി എത്തേണ്ടതുള്ളത്, എത്രയോ ദൂരത്ത് എത്തിച്ചേരണം. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ആ കാണുന്ന ഭാഗത്ത് നിന്ന് നീന്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി എത്രയോ ദൂരം നീന്താനായിട്ട് കിടക്കുകയാണ്. 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ഒന്നുമല്ല. നമ്മൾ സാധാരണ നിലയിൽ 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ നമ്മൾ നടക്കാറ് പോലുമില്ല പൊതുവെ ഉള്ള ആളുകൾ. നമ്മുടെ കുട്ടികൾ പോലും ഇന്ന് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ നടക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇത്രയും ദൂരം അവൻ നീന്തി കിടക്കുക എന്ന് പറയുമ്പോൾ അവൻ എത്ര നമ്മൾ അനുമോദിച്ചാലും അത്
ഒരിക്കലും അത് കുറവാകുന്നില്ല. നോക്കിയേ, കരയെത്താത്ത നിലയിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ ആ വള്ളത്തിലിരുന്നു കൊണ്ട് ഇനി അവനെ നീന്തി ചെല്ലേണ്ട, അക്കരെ ചെല്ലേണ്ട സ്ഥലത്തെ കുറിച്ച് അതിലേക്കാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ ഇതുവരെ ആ നമുക്ക് അങ്ങ് വളരെ വിദൂരതയിലാണ് ആ കര നമുക്ക് കാണുന്നത്. എന്നാൽ അതിന് തടസ്സമായിട്ട്, പോകുന്നതിന് തടസ്സമായിട്ട് കുറച്ച് കടൽ പായൽ അല്ലെങ്കിൽ കുറച്ച് കളകൾ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി അതൊക്കെ വകഞ്ഞ് മാറ്റിക്കൊടുക്കേണ്ടതുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നീന്തണമെങ്കിൽ. അപ്പോൾ അതിങ്ങനെ തടസ്സമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഈ ആളുകൾ അതിനകത്ത് ഇരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ അതിനകത്തുണ്ട്, ആ കുഞ്ഞിൻ്റെ വല്യപ്പച്ചന്മാർ അതിനകത്തുണ്ട്, വല്യമ്മച്ചിമാർ അതിനകത്തുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന് സാക്ഷിയാകാൻ വേണ്ടിയിട്ട്, ഇവനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഈ വേമ്പനാട്ട് കായലെന്ന് പറയുമ്പോൾ വളരെ താഴ്ചയുള്ളതായിരിക്കുന്ന ഒരു കായലാണ്. ഈ മോനെ പഠിക്കുന്നത് കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂളിൽ ആണ്. അവൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവനെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂട്ടുകാരും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, അവൻ എത്ര ആയാസരഹിതമായിട്ടാണ് അവന് നീന്തി മുന്നോട്ട് പോകുന്നത്. പായൽ പോളകളെയൊക്കെ വകഞ്ഞ് മാറ്റിക്കൊണ്ട് അതിന് മുമ്പിലുള്ളതായിരിക്കുന്ന വള്ളം, അവന് പോകാനുള്ള വഴി അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പായൽക്കൂട്ടം എന്ന് പറയുന്നത് വളരെ 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 ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് മുമ്പിലുള്ളതായിരിക്കുന്ന വള്ളം മുമ്പോട്ട് പോകുന്നത്. നോക്കിയേ, അവൻ മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ, മറ്റാരും ഇപ്പോൾ അവൻ്റെ കൂടെ വെള്ളത്തിലില്ല. അവൻ ഒറ്റയ്ക്കാണ് നീന്തുന്നത്. അവന് ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്. അവന് ചെന്ന് എത്തേണ്ടതായിരിക്കുന്ന സ്ഥലത്തിൽ അവനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് അവൻ്റെ മനസ്സിൽ, വേറെ ഒന്നും അവൻ്റെ മനസ്സിലില്ല. സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കായലിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഈ കായലെന്ന് പറയുന്നത് നമ്മൾ സാധാരണ നിലയിൽ ഒരു എന്താ പറയുക, ഒരു ചെറിയ തടാകം എന്നതുപോലെയല്ല ഇത്. ഈ ശക്തമായിട്ടുള്ള അടിയൊഴുക്കുകൾ ഈ വേമ്പനാട്ട് കായലിലുണ്ട്. വേലിയിറക്കവും വേലിയേറ്റവും ഇതിന് ഈ വേമ്പനാട്ട് കായലിലുണ്ട്. ശക്തമായ അടിയൊഴുക്കിൽ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന നിലയിലാണ് വേമ്പനാട്ട് കായലിൻ്റെ ആ ഗതിയെന്ന് പറയുന്നത്. അതിനെയെല്ലാം അതിജീവിച്ചാണ് നീന്തുന്നത്. നമ്മൾ സാധാരണ ഒരു കുളത്തിൽ നീന്തിപ്പോകുന്നത് പോലെയല്ല, ശക്തമായ ഒഴുക്ക് വേമ്പനാട്ട് കായലിന് ഉണ്ട്. ഈ തടാകം അച്ചൻകോവിൽ, മണിമല, മീനച്ചിൽ നദി, മൂവാറ്റുപുഴ നദി, പമ്പ, പെരിയാർ എന്നിവ ഉൾപ്പെടെ ഒഴുകുന്ന 10 നദികളാണ് ഈ തടാകത്തിൽ വന്ന് ചേരുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ പരമാവധി താഴ്ചയെന്ന് പറയുന്നത് 12 മീറ്ററാണ്, അഥവാ 39 അടി താഴ്ചയാണ് ഉള്ളത്. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അങ്ങ് കര വളരെ അകലെയായിട്ടാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഞാനൊരു കെട്ടിടം കാണിച്ചപ്പോൾ ചിലപ്പോൾ എൻ്റെ കാഴ്ചക്കാർക്കൊരു തെറ്റിദ്ധാരണ വന്ന് കാണാനുള്ള സാധ്യതയുണ്ട്. ആ കെട്ടിടം അത് കരയുടെ, അതായത് നമ്മൾ പോകേണ്ടതായിരിക്കുന്ന മറുകരയല്ല, അവിടുന്ന് പോകുന്ന ഭാഗത്ത് കണ്ടതായ
ആ ആ ആ കരയിലുള്ളതായിരിക്കുന്ന ഒരു കെട്ടിടമാണ് നമ്മൾ കണ്ടത്. ഞാൻ ആ വീഡിയോയിൽ അത് പറഞ്ഞു പോകുന്ന സമയത്ത് ആ കെട്ടിടം ഇങ്ങനെ കയറി വന്നതുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ കരയുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല, മറുകരയിലേക്ക് എത്തിയിട്ടില്ല. ഇനി വളരെ ദൂരം നീന്തിയെങ്കിൽ മാത്രമേ പ്രിയ കുഞ്ഞിന് അവിടെ എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ. ഞങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടെ വളരെ ശ്രദ്ധയോടെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുകയാണ്. അവൻ അല്പസമയം പോലും ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സാവകാശമില്ല. ഞാനവിടെ കരയിൽ ഞങ്ങളുടെ വള്ളം കുറച്ച് നേരത്തെ കരയിൽ എത്തിച്ചേരേണ്ടതുണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഈ മോനെ റെസ്റ്റ് എടുക്കാൻ സമയമൊക്കെ കൊടുക്കത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ റെസ്റ്റ് എടുക്കാൻ സമയമൊന്നുമില്ല, ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത് വളരെ പ്രധാനമായതുകൊണ്ട് ഇത്ര സമയത്തിനകത്ത് എത്തിച്ചേരണമെന്നാണ് വിചാരിക്കുന്നത്. അതായത് 2 മണിക്കൂറാണ് സാധാരണയായിട്ട് നീന്തി ഇവിടെ എത്തിച്ചേരേണ്ട സമയം. ഞാൻ ഇതിൻ്റെ വള്ളത്തിലിരുന്ന ആളുകളോട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വന്ന ആളുകളോട്, അവർ സാധാരണ നിലയിൽ എപ്പോഴും ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന ആളുകളാണ്, ഇതിനു വേണ്ടിയിട്ട് അവർ വരുന്ന ആളുകളാണ്. അപ്പം ഞാൻ അവരോട് സാധാരണ നിലയിൽ ചോദിച്ചു എത്ര സമയം എടുക്കുമെന്ന് പറഞ്ഞു. അവർ 2 മണിക്കൂറാണ്. അപ്പോൾ ഈ 2 മണിക്കൂർ സമയം പറഞ്ഞ ആ സമയത്തേക്കാൾ എത്രയോ മുന്നേ, അഥവാ 1 മണിക്കൂറും 23 മിനിറ്റും കൊണ്ട് ഈ മോനെ ഈ കായൽ നീന്തിക്കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊരു മാതൃകയാകട്ടെ. വെള്ളത്തിലൊക്കെ ഭയന്ന് നിൽക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന കഴിവുകളെ അത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഈ നീന്തൽ മത്സരങ്ങൾക്ക് ഈ നീന്തൽ പരിശീലനത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളൊക്കെ നേരത്തെ കാണിച്ചല്ലോ. മാത്രമല്ല ഇതിനൊരു കോർഡിനേറ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർ PJ അബ്ദുൽ കലാം സ്റ്റഡീസ് സെൻറ്റർ കേരളീയം പുരസ്കാരത്തിന് അർഹനായ ഷിഗാബ് കെ സൈനു സാർ. അദ്ദേഹം കൃഷി വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടെയാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വള്ളം ഇപ്പോഴേ വളരെ സ്പീഡിൽ ഒക്കെ പോവുകയാണ്. കാരണം ഞങ്ങൾക്ക് കരയിൽ നേരത്തെ ചെന്ന് എത്തിച്ചേരണം. ഇപ്പോഴും മോന് അവിടെ നിന്ന് നീന്തി വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. അവിടെ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ വേമ്പനാട്ട് കായലിൽ നീന്തിയവരിൽ ഏറ്റവും കൂടിയ വേഗത്തിൽ എത്തിച്ചേർന്നതാണ് നമ്മുടെ ഈ പ്രിയ മകൻ എബൻ ജോബി, അല്ലെങ്കിൽ ഈ ചെറിയ കുഞ്ഞ്. മാത്രമല്ല ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ്, പിന്നെ ആൺകുട്ടി കൂടിയാണ്. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് ഇപ്പം അവൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ ലോക്കാണ്. അവനതൊന്ന് അഴിച്ചു മാറ്റാനൊന്നും പറ്റുകയില്ല. താക്കോൽ വേറെയാണ്. നമുക്ക് അനുമോദന മീറ്റിങ്ങിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ താക്കോല് നമ്മുടെ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന MLA, കടുന്തുരുത്തി MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, അദ്ദേഹം അനുമോദന വേദിയിൽ വെച്ചിട്ട് അവൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നതായ പിന്നെ എന്താ പറയുക, ആ ലോക്ക് അത് അഴിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ അഴിക്കുന്നത് കാണാം. അവിടെ വെച്ചാണിത് അഴിക്കുക എന്ന് പറയുന്നത്. അവൻ്റെ കാലുകളുടെ കെട്ടുകൾ ഇരിക്കുന്നതും ഒക്കെ അവിടെ വെച്ചാണ്. ദയവായിട്ട് വീഡിയോ അല്പം
ദൈർഘ്യം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നാം, എല്ലാവർക്കും തോന്നാം. പക്ഷെ എല്ലാവർക്കും ഇത്രയും സമയം ഈ വീഡിയോ കാണാൻ പറ്റണമെന്നില്ല. എങ്കിലും അതിൻ്റെ ഓരോ സമയങ്ങളും അതൊക്കെ ഒപ്പിയെടുക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇവന് ഇതിനുള്ള പരിശീലനം ആരംഭിച്ചത്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ടാണ് ഇവന് എൻ്റെ പരിശീലനം പൂർത്തിയാക്കിയത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്. മാത്രമല്ല ഈ കാര്യങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കാനായിട്ട് അവനെ അനുമോദിക്കാനായിട്ട് നഗരസഭാ വൈസ് പ്രസിഡന്റ് PT സുഭാഷ് അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം കടുന്തുരുത്തി MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ നഗരസഭാ കൗൺസിലർ ബിന്ദു ഷാജി സ്വാഗതവും, തുടർന്ന് വൈക്കം DYSP സിബിച്ചൻ ജോസഫ്, എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TN ബജു സാറ്, വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ STO പ്രദീപ് കുമാർ സാറ്, അതുപോലെ തന്നെ പ്രശസ്ത സിനിമാ താരം ചെമ്പിൽ അശോകൻ, CN പ്രദീപ് കുമാർ, AP അൻസൽ, റിട്ടയർഡ് ക്യാപ്റ്റൻ വിനോദ് കുമാർ എന്നിവരൊക്കെ ആശംസകൾ അറിയിച്ചു. വളരെ സന്തോഷമുള്ള, അഭിമാനമുള്ള നിമിഷങ്ങളായിരുന്നു അത്. സദസ്സ് അത് ഹർഷാരവത്തോടെ സ്വീകരിച്ചു. ഈ കാര്യത്തിൽ അവൻ്റെ നീന്തൽ കാര്യത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് IPC നേര്യമംഗലം സെൻട്രൽ മിനിസ്റ്ററായിരിക്കുന്ന സണ്ണി മാത്യു പാസ്റ്റർ കുടുംബമായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെൻറ്ററിൻ്റെ ട്രഷറർ എൽദോസ് അച്ചായനുണ്ടായിരുന്നു. വിവിധ സഭകളിലുള്ളവരായിരിക്കുന്ന പാസ്റ്റർമാരും അയൽക്കാരും ഉണ്ടായിരുന്നു. രാവിലെ തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് ഇതിനു വേണ്ടി ഇറങ്ങിയത്. മണിപ്പാറ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ പള്ളിക്കുന്നൽ പാസ്റ്റർ, അദ്ദേഹം ഒരു അഡ്വക്കേറ്റോട് കൂടെയാണ്. അദ്ദേഹം ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. നോക്കുക, അവൻ ആ നീന്തി വരുന്നത് കണ്ടോ? ഞാൻ ദൂരെ നിന്നാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ കരയിലാണ് നിൽക്കുന്നത്, കാരണം കരയിലെത്തി. പക്ഷെ ഞാനത് ക്യാമറ വളരെ അകലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അവനിങ്ങനെ നീന്തിക്കൊണ്ട് വരികയാണ്. ഇതിൻ്റെ കാര്യത്തിന് ഒക്കെ അവിടെ ഈ ചണ്ടമേളക്കാരൊക്കെ ഉണ്ട്. അത് എല്ലാം ക്രമീകരിച്ചത് ഷിഗാബ് കെ സൈനു സാറാണ്. ആ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് അവനെ നീന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മാത്രമല്ല ആകാശത്തൂടെ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഒരു ഡ്രോൺ ഇങ്ങനെ ഒരു പറക്കുന്ന ഒരു കറുത്ത പക്ഷിയെപ്പോലെ മുകളിൽ ഇങ്ങനെ പറക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ ആഹ്ലാദത്തോടുകൂടെ ഈ മോനെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ കൂട്ടുകാർ മറ്റു വള്ളങ്ങളിലുണ്ട്. ഇപ്പോൾ വളരെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കറുത്ത പക്ഷിയെപ്പോലെ ഇതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മോന് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എവൻ ജോബി ഇപ്പോൾ എത്തിച്ചേർന്നു. നമ്മുടെ കരയോട് അടുത്തിരിക്കുകയാണ്. അവൻ്റെ കോച്ചിൻ്റെ അടുത്ത് അവന് വന്ന് കോച്ചിൻ്റെ അനുമോദനങ്ങൾ അവൻ സ്വീകരിക്കുന്നുണ്ട്. ഈ കോച്ച് ബിജു തങ്കപ്പൻ സാറ് വളരെ കഠിനമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പരിശീലനം അവന് നൽകി. തീർച്ചയായിട്ടും ഗുരുവിന് അത് അഭിമാനകരമായ നിമിഷങ്ങളാണ്. അതുപോലെ തന്നെ കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെ മറ്റ് പ്രിയമുള്ളവർക്കും വളരെ അഭിമാനകരമായ കാര്യങ്ങളാണ്.
20 പേരെ അവർക്ക് പരിശീലിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 10 പേര് കൈകൾ കെട്ടി ആണ് ഇത് നീന്തിക്കടന്നത്. കൈകളും കാലുകളും കെട്ടി നീന്തിക്കടന്നു. 10 പേര് സാധാരണയായിട്ട് നീന്തിക്കടന്നു എന്നാണ് ഞാനിരുന്ന വള്ളത്തിൽ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർമാർ എന്നോട് സംസാരിച്ചത്. അവന് വിജയത്തിൻ്റെ കരങ്ങൾ ഉയർത്തി. അവൻ്റെ മുഖത്ത് ഒരു വലിയ സന്തോഷം നമുക്ക് കാണാനായിട്ട് പറ്റും. ഞങ്ങളെല്ലാം വളരെ ആശ്വാസത്തോടും അഭിമാനത്തോടും കൂടിയാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾക്ക് വലിയ ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം അവനൊരു ചെറിയ കുഞ്ഞാണ്. നമ്മൾ 11 വയസ്സിൻ്റെതായിരിക്കുന്ന വലിപ്പമൊന്നും നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. അവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, എക്സൈസ് ഉദ്യോഗസ്ഥർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പ്രിയമുള്ളവർ ഒക്കെ അവനെ സ്വീകരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ, ജോബി ബ്രദറിൻ്റെ കൂട്ടുകാർ അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ അവനെ എടുത്ത് ഉയർത്തുകയാണ്. ഇതൊരു അപൂർവമായിരിക്കുന്ന ഒരു സുന്ദരമായ നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ പിതാവാണ് ഇപ്പോൾ അവനെ തൊട്ട് ഇരിക്കുന്നത്. അവൻ്റെ പിതാവ് അവനെ തൊട്ട് ഇരിക്കുന്നു. അവൻ്റെ മമ്മിയും പിതാവും അവന് ഓമന ഉമ്മ നൽകുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ ആശങ്കകളെ മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാ ആശങ്കകളെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ അവൻ വിജയിച്ച് വന്നിരിക്കുന്നത്. ഞങ്ങൾക്കുള്ളിലുണ്ടായിരുന്ന എല്ലാ ആശങ്കകളും മാറി. ഇപ്പോൾ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പിന്നെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ എക്സൈസ് വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ചേർന്ന് ഇവനെ അനുമോദിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നഗരസഭയിലെ ചില അംഗങ്ങൾ അവിടെയുണ്ട്. വളരെ അവനെ എടുത്തുകൊണ്ട് പോവുകയാണ് തീർച്ചയായിട്ടും. കാരണം അവന് നടക്കാനായിട്ട് പറ്റുകയില്ല. അവരുടെ കാലുകൾ ഇപ്പോഴും ബന്ധിച്ചിരിക്കുകയാണ്. അവരുടെ കാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്, കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും വളരെ വിജയാഹ്ലാദത്തോടുകൂടെ ഞങ്ങളുടെ എല്ലാ അഭിമാന നിമിഷങ്ങൾ ആണിത് എന്ന് പറയുന്നത്. വളരെ അഭിമാന നിമിഷങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ളത്. ഞങ്ങൾ ദിവസങ്ങളായിട്ട് ഈ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതിരാവിലെ 5 മണിക്ക് യാത്ര തിരിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഒരുപാട് ആളുകൾ അവനെ അനുഗമിക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, അവിടെ അവനെ അനുമോദിക്കുവാനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ വേദിയിലേക്കാണ് പോകുന്നത്. അവിടെ അവനെ നൽകാനായിട്ട്, അവൻ്റെ ആ കഴിവിനെ ബഹുമാനിക്കാനായിട്ട്, എല്ലാ കഴിവുകളും ദൈവം നൽകിയതാണ്. അതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോഴവന് വളരെ അങ്ങനെ മുഖത്തങ്ങനെ വലിയ ഗൗരവമൊന്നുമില്ലാത്ത ഒന്നാണ് മോനെന്ന് പറയുന്നത്. അവനെ അങ്ങനെ ജയിച്ച് വന്നതിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു അഹങ്കാര ഭാവമൊന്നും അവൻ്റെ മുഖത്തില്ല. തീർച്ചയായിട്ടും അവന് ഇത് അർഹിക്കുന്നതാണ്. നമ്മുടെ സാധാരണ കുഞ്ഞുങ്ങൾ, വെള്ളത്തെ പേടിക്കുന്നതായിരിക്കുന്ന കുഞ്ഞുങ്ങളുമൊക്കെ വളരെ അതെല്ലാം ഒന്ന് മാറി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഒരു പ്രോത്സാഹനമായി തീരട്ടെ. അവൻ്റെ ആത്മവിശ്വാസം ഒന്നുകൂടെ വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഏഷ്യാഡ്, അതുപോലെ തന്നെ നമ്മുടെ ഒളിമ്പിക്സ് പോലുള്ള കായിക മത്സരങ്ങളിൽ പ്രിയ കുഞ്ഞ് നമ്മുടെ ഇന്ത്യയുടെ ഒരു അഭിമാന താരമായി മാറട്ടെ എന്ന് ഞാനിങ്ങനെ ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു.
ഇങ്ങനെ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവനെ സ്വീകരിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഗരസഭാ കൗൺസിലർ ബിന്ദു ഷാജി, വൈക്കം DYSP സിബിച്ചൻ ജോസഫ്, എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TN മജു, വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ STO T പ്രദീപ് കുമാർ, പ്രശസ്ത സിനിമാ താരം ചെമ്പിൽ അശോകൻ, CN പ്രദീപ് കുമാർ, AP അൻസൽ, റിട്ടയർഡ് ക്യാപ്റ്റൻ വിനോദ് കുമാർ എന്നിവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കടുന്തുരുത്തി MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സാറ് അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളൊക്കെ അവൻ്റെ മാതാപിതാക്കൾ വളരെ അഭിമാനം സന്തോഷത്തിലും ആശങ്കകൾ മാറിയ മുഖവുമായിട്ട് അവരൊക്കെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ അവൻ്റെ കരങ്ങളിലുള്ള ലോക്ക് അഴിച്ച് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സാറ് അവൻ്റെ കൈകളിലുള്ളതായിരിക്കുന്ന വിലങ്ങല്ല, അതുപോലെ ഇരിക്കും അവൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന വിലങ്ങെന്നുള്ള പറഞ്ഞത് സോറി, അവൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന ലോക്ക് അത് അഴിച്ച് മാറ്റുകയാണ്. വളരെ അഭിമാനപരമായ നിമിഷങ്ങൾ ആണ്, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്, വളരെ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകരായ പാസ്റ്റേഴ്സ് അതിന് സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നു. അവരുടെ ബന്ധുമിത്രാദികൾ ഇതിന് സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നു. ഇത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ നിസ്സാരമായ ഒരു കാഴ്ചയല്ല. വളരെ 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 സന്തോഷപരമായിട്ടും വളരെ വിലപ്പെട്ടതായിരിക്കുന്ന നിമിഷങ്ങളാണ്. ഇപ്പോൾ അവന് സ്വർണ്ണപ്പതക്കം അണിയിക്കുകയാണ്. തീർച്ചയായിട്ടും അവന് അതിന് അർഹനാണ്. അതിനു മുമ്പ് അവൻ്റെ കാലിലുള്ളതായിരിക്കുന്ന കെട്ടുകൾ അഴിച്ച് മാറ്റുകയാണ്. ഞങ്ങളൊക്കെ അതിന് വളരെ സാക്ഷികളായി സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. പ്രദേശത്തുള്ളതായിരിക്കുന്ന ധാരാളം ജനങ്ങൾ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വർണ്ണപ്പതക്കം അവനെ അണിയിക്കുന്നു. MLA അവനെ അനുമോദിക്കുന്നു. വളരെ സമയങ്ങൾ അല്പം അധികം സമയം എടുത്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ അവനുള്ളതായിരിക്കുന്ന അവന് ഉള്ള പ്രശംസാ ഫലകം ഇപ്പോൾ അവന് നൽകുകയാണ്. അവനുള്ള അംഗീകാരത്തിൻ്റെ അവന് ലഭിക്കുന്നതായ വലിയ ഒരു അംഗീകാരം ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA അവന് നൽകുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന ശ്രീ ബിജു തങ്കപ്പൻ സാറ്, അതുപോലെ തന്നെ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ PJ അബ്ദുൽ കലാം, അദ്ദേഹമാണ് വരയിട്ട ഉടുപ്പ് ഇട്ട് നിൽക്കുന്ന അത് അദ്ദേഹമാണ്. അപ്പോൾ പ്രിയമുള്ളവർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ അഭിമാനപരമായ സുന്ദരമായ നിമിഷങ്ങൾ. ഇതിന് പരിശീലനം നൽകിയതായിരിക്കുന്ന ബിജു തങ്കപ്പൻ സാറിനെ അനുമോദിച്ചുകൊണ്ട് അദ്ദേഹത്തിനും പുരസ്കാരം നൽകുകയാണ്. അതുപോലെ തന്നെ അടുത്തത് ഇത് വാങ്ങുന്നത് അബ്ദുൽ കലാം സ്റ്റഡി സെൻറ്റർ കേരളീയം പുരസ്കാരത്തിന് അർഹനായ ഷിഗാബ് K സൈനു സാറാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അദ്ദേഹവും പുരസ്കാരം നൽകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വെല്ലുവിളിയായി ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.